ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് AR. നാലാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മളിതാ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മണാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ആയപ്പോഴേക്കും ഏകദേശം ഹിമാചൽ പ്രദേശ് എത്തി. ഒരുപാട് തുരങ്കപാതയൊക്കെ കടന്നിട്ട് ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പോൾ ഏകദേശം എത്താനായി. ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയായിരുന്നു ഇത്. പല പ്രദേശങ്ങളും കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പുഴ സൈഡിലൂടെയൊക്കെ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് പാറക്കല്ലുകളൊക്കെ ഉരുണ്ട് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ മലകളൊക്കെ ഇടിഞ്ഞിതാകുന്ന അങ്ങനത്തെ കുറേ കാഴ്ചകൾ കണ്ടു. റെയിനി സീസണിൽ വളരെ പേടിക്കേണ്ട സ്ഥലം തന്നെയാണിത്. അതുകൊണ്ട് മാക്സിമം ആ സമയത്തൊന്നും വരാതിരിക്കുക. നമ്മൾ നല്ല സമ്മർ സീസണിൽ വരിക. നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓറഞ്ച്, അനാർ, ആപ്പിൾ അങ്ങനത്തെ നന്നായിട്ട് തോട്ടങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇപ്പോൾ ഒരു ടൗൺ ഏരിയയാണിത്. അധികവും വീടുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഭാഗം. ഹിമാചലിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബീസ്. ആൻഡ് നമുക്കിപ്പോൾ ബീസ് നദി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ബീസ് റിവറിൽ റിവർ റാഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആ റിവർ റാഫ്റ്റിങ്ങിൻ്റെ വീഡിയോയും ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ബീസ് റിവർ. ആൻഡ് ഒരുപാട് കല്ലുകളും ഉരുളൻ കല്ലുകൾ ഇതിലേക്ക് വന്നടിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബിയാസ് നദി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് പഞ്ചാബിലൂടെയും ഒഴുകുന്നുണ്ട്. പഞ്ചാബ് എന്ന പേര് നൽകാൻ 5 നദികളാണ് കാരണം. അതിലൊരു നദിയും കൂടെയാണ് കേട്ടോ ബിയാസ് നദി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളിതിലേ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് അവരുടെ കൾച്ചറും എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്തായാലും ഞങ്ങൾ സ്നോഫോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മണാലിയിലേക്ക് പോകുന്നത്. ലാസ്റ്റ് നൈറ്റും കഴിഞ്ഞ വീക്സിലെല്ലാം നന്നായിട്ട് സ്നോഫോൾ ഉണ്ടായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിവ്യൂ കണ്ടത്. കുള്ളു ഡിസ്ട്രിക്റ്റിലെ ഒരു പ്ലേസാണ് കേട്ടോ മണാലി ഒരു ചെറിയൊരു ടൗണാണ്. ആൻഡ് നമ്മളെപ്പോഴും പറയും കുളു മണാലി, ബട്ട് ആക്ച്വലി അത് കുളു അല്ല, കുള്ളു ആണ്. കുള്ളു എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഇത് നമുക്കിവിടെ ഒരു ഡാം കാണാം കേട്ടോ. വരുന്ന വഴിക്ക് 1-2 ഇതേപോലെയുള്ള ഡാമുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ബ്യൂട്ടിഫുൾ ടു സീ ദിസ്.
ഡെസ്റ്റിനേഷൻ എത്തി എന്നുള്ള സൂചന, എത്താനായി എന്നുള്ള സൂചനയായിട്ട് നമ്മുടെ മഞ്ഞുമലയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നല്ലോണം എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ആൻഡ് സീ ദിസ് ഗൈസ്, ഇതാണ് ഇവിടുത്തെ ജനവാസ മേഖല. ഒരുപാട് അയൺ ബ്രിഡ്ജുകൾ ക്രോസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഫ്ലാഗൊക്കെ തൂക്കിയിട്ടുള്ള വലിയ ബ്രിഡ്ജസൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ കാരണം എന്ന് എൻ്റെ ഒരാഗ്രഹമാണ്. അതെന്തായാലും ഞാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി കുളുവിൽ നമുക്കറിയാത്തൊരു കാര്യമാണ്, എനിക്കറിയില്ലായിരുന്നു ഇവിടെ എയർപോർട്ടുള്ള കാര്യം. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്ന സമയത്താണ് എയർപോർട്ട് ഞാൻ കണ്ടത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടൊന്നും അല്ല, വളരെ ചെറിയൊരു എയർപോർട്ടാണ്. ചെറിയ വിമാനങ്ങൾ മാത്രം ഇറങ്ങുന്നൊരു ഡൊമസ്റ്റിക് എയർപോർട്ടാണിത്. അത് ഹിമാചൽ പ്രദേശിലെ കുള്ളു ഡിസ്ട്രിക്റ്റിലെ ബുന്ദർ എന്ന സ്ഥലത്താണ് ഈ ഒരു എയർപോർട്ട് വരുന്നത്. കുള്ളുവിൽ നിന്ന് 11 കിലോമീറ്ററാണ് ഈ ഒരു എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ദൂരം. അതുപോലെ തന്നെ നമ്മൾ മണാലി ടൗണിൽ നിന്നാണ് ഈ എയർപോർട്ടിലേക്ക് വരുന്നതെങ്കിൽ 52 കിലോമീറ്റേഴ്സ്, 52 കിലോമീറ്റേഴ്സോളം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു എയർപോർട്ട്. വളരെ ചെറിയ എയർപോർട്ടാണ്. ആൻഡ് ഇവിടെ കാണുന്നത് ബിയാസ് നദിയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൂടെ ഒഴുകുന്ന വലിയ നദി കാണുന്നത് ബിയാസ് നദിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുവരേക്കും ബൈ.